അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ പാപമായി പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, അഥവാ ഷിർക്കാണ്. അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ച ആളുകൾ, ഇലാഹുകളെ സ്വീകരിച്ച ആളുകൾ, അവരുടെ ഉപമ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ചിലന്തി വലയോടാണ്. കബൈത്തിൽ അൻകബൂത്ത്, അതായത് ഒരു ചിലന്തിയുടെ വീട് പോലെയാണ്. ചിലന്തിയുടെ വീട് അത് വളരെ ദുർബലമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, ചിലന്തി അതിന്റെ വല നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് സ്പൈഡ്രോയിൻ എന്ന് നമ്മൾ സാധാരണയായി പറയാറുള്ള ആ ഒരു പ്രോട്ടീൻ, അതുകൊണ്ട് നിർമ്മിക്കുന്ന നൂല് അത് വളരെ കനം കുറഞ്ഞ രൂപത്തിലായതുകൊണ്ടാണ് ചിലന്തി വല അത് ദുർബലമായത്. യഥാർത്ഥത്തിൽ വളരെ കട്ടിയിൽ നിർമ്മിക്കുമ്പോൾ വളരെ ഉറപ്പുള്ള ഒരു വസ്തുവാണ്, ഒരു മെറ്റീരിയൽ തന്നെയാണ് ആ ഒരു പ്രോട്ടീൻ, നമുക്കറിയാം. അപ്പോൾ ആ രൂപത്തിൽ നിർമ്മിക്കപ്പെടുന്ന ചിലന്തി വല അത് വളരെ ദുർബലമാണ്. അതുപോലെയാണ് അള്ളാഹുവിന് പുറമെ പങ്കു ചേർക്കുന്ന ആളുകളുടെ വിശ്വാസം, അതേപോലെ നിലപാട് എന്നൊക്കെയാണ് ഖുർആൻ ഈ ഒരു ഉപമ വഴി നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഘടന, ഖുർആനിന്റെ ഭാഷാപരമായ ഘടനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ബൈത്തുൽ അൻകബൂത്ത്, ആ ചിലന്തിയുടെ വീട് എന്ന് പറയുന്നത്, ആ ചിലന്തിയുടെ കുടുംബ സംവിധാനം എന്നൊരു അർത്ഥത്തിലേക്ക് നമ്മൾ എടുക്കുമ്പോഴും ഖുർആനിന്റെ ഈ ഒരു ഉപമ അത് വളരെ പ്രസക്തമാണ്. അതിൽ യാതൊരു അബദ്ധവുമില്ല, പ്രമാദമുക്തമാണ് നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരു ചിലന്തിയുടെ കുടുംബ വ്യവസ്ഥ എന്ന് പറയുന്നത് അത് വളരെ അരാജകത്വം നിറഞ്ഞതാണ്. അതായത് ആ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം ഭക്ഷിക്കുന്ന അവസ്ഥ വരെയുണ്ട്. ഇണകൾ തന്നെ പരസ്പരം ഭക്ഷിക്കുന്ന അവസ്ഥ, സെക്ഷൽ കാനിബാലിസം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു അവസ്ഥ. അതേപോലെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ അമ്മ തന്നെ ഭക്ഷിക്കുന്ന ആ ഒരു കാനിബാലിസം, അത് നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാർ പരസ്പരം ഭക്ഷിക്കുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള പല രൂപത്തിലുള്ള അരാജകത്വങ്ങൾ നിറഞ്ഞ ഒരു കുടുംബ സംവിധാനമാണ് ആ ഒരു ചിലന്തിയുടെ ആ ഒരു കുടുംബഘടനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ അള്ളാഹുവിന്റെ സന്ദേശം കൈവിട്ടുകൊണ്ട്, തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ദേഹേച്ഛയ്ക്ക് പിന്നാലെ ഓടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ മാർഗദർശനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോൾ കുടുംബഘടനയും കുടുംബ സംവിധാനവും അവതാളത്തിലേക്ക് ആണ് പോകുന്നത് എന്ന ഒരു സൂചന കൂടി ഖുർആനിന്റെ ഈ ഒരു പ്രയോഗത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ദൈവികമായ ഒരു മാർഗദർശന പ്രകാരമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ മാത്രമാണ് അരാജകത്വത്തെ അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വ്യവസ്ഥാപിതമായൊരു സംവിധാനം അത് കുടുംബത്തിലാവട്ടെ സമൂഹത്തിലാവട്ടെ നിലനിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ഒരു പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വസ്തുത സമൂഹത്തെ പഠിപ്പിക്കാൻ ബാധ്യസ്ഥരാണ് യഥാർത്ഥ വിശ്വാസികൾ. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.